മണിക്കൂറോണ്ടുള്ള എത്തുക. Hey guys, welcome back to another video. It's me Lia. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രഷേഴ്സാണ്, August 4. അപ്പോൾ ഞങ്ങൾ ഡാൻസിനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡാൻസ് ഫുള്ള് സെറ്റാക്കി, എല്ലാവരും സ്റ്റെപ്പൊക്കെ പഠിച്ച് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി നമ്മൾ നല്ലോണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്ഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സീൻസും കാര്യങ്ങളൊക്കെ കാണാം. ആദ്യം തന്നെ നമ്മൾ സാന്ദ്ര കൊടുന്ന ചോക്ലേറ്റ് കഴിച്ചിട്ട് ആരംഭിക്കുകയാണ്. ഈ വീഡിയോ പബ്ലിഷ് ആയ എൻ്റെ കാര്യം സാന്ദ്ര. അയ്യോ അടിയാണ്. ഇതാണ് മാർഗങ്ങൾ. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഇതൊക്കെ എന്ത് ഇയാൾക്ക് വാതരോഗമാണെന്ന് തോന്നുന്നു. നടക്കുന്നുണ്ടില്ല. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോന്ന് സംശയം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ഞങ്ങൾ ഡാൻസ് മര്യാദക്ക് 2 ദിവസമാണ് പ്രാക്ടീസ് ചെയ്തത്. അതും എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ബസ് സമരമായി. പിന്നെ ആർക്കും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഒരു ഡാൻസിൻ്റെ 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മീറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വെറും പ്രഹസനമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ പ്രാക്ടീസൊക്കെ ചെയ്തു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ ഡാൻസ് എന്തോ വലിയ ഹൈപ്പുള്ള സംഭവമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാനാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്തിരിണ്ടല്ലോ, അത് മാത്രമാണ്. ഇത്രയും കറി ഉണ്ടല്ലേ? സാറായിണ്ട്. കഴിച്ച് കഴിയാനേ. ഇത് സ്പൈസി നൂഡിൽസ് സാധാരണ ചേച്ചി കൊണ്ടുവന്ന സ്പെഷ്യൽ. 3/4 മണിക്കൂറോണ്ടുള്ള എത്തുക. നിഷാദ് എടുത്തുണ്ടാവും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് നമ്മളെ കോളേജ് ഫ്രഷേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങി പോവാണ്. കൂടാതെ ഒരു ബാഗ് നിറയെ വേറെ ഡ്രസ്സുണ്ട്. ആദ്യം നമ്മൾ ഡാൻസാണ്. ആദ്യം ഡാൻസാണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെ പരിപാടി. അപ്പോൾ ഞങ്ങൾ തള്ള വൈബായി കണ്ട് പോവാണ്. കണ്ടിട്ട് തള്ള വൈബിൻ്റെ പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു. അവിടെ നമുക്ക് നമ്മളെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഹേഴ്സൽ വിത്ത് ഓൾ ടീം അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം, റീൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യും. സാരി എടുത്തതുകൊണ്ട് നല്ലോണം കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം സാരി ചാടും എന്നുള്ള ഒരു ചെറിയ പേടിയുണ്ട്. ആദ്യമായിട്ടാണ് സാരിയൊക്കെ ചുറ്റി ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇന്ന് ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങളാണ് ലാസ്റ്റ് എത്തൽ. എല്ലാവരും കോളേജിലെത്തി 2-3 ഫോട്ടോ കഴിഞ്ഞിട്ട് വിളിച്ചു തുടങ്ങും എവിടെ. അപ്പം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കലാണ്. പക്ഷേ ഇന്നോലെ കോളേജ് എത്താനായപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ചരിത്ര വിജയമാണ്. അപ്പം നമുക്ക് കോളേജിലെത്തിയിട്ട് കാണാം. ഗംഗുബായി, നിഞ്ചു, സാന്ദ്ര. നമ്മൾ പ്രാക്ടീസ് ചെയ്തു. വളരെ കോമഡി ആയിരുന്നു നമ്മുടെ പ്രാക്ടീസ്.
കണ്ണട വെച്ച് പിന്നെ കണ്ണട എന്ത് ചെയ്യണമെന്ന് മറന്നു. ഞങ്ങൾ ടീമിൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സില്ലാഞ്ഞിട്ട് കൂടിയും കഷ്ടപ്പെട്ട് ഒരു KSRTCയിലൊക്കെ കയറി വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഉള്ളത് എല്ലാവരും ഒരുമിച്ചുള്ള സംഭവം ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തില്ല. സ്റ്റേജിൽ നിന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഉള്ളത് പറയണല്ലോ. ദിവസമാണ് ഇന്ന്. കുറേ നേരമായിട്ട് ഞങ്ങളെന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ വിളിക്കൊപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേജിൽ നിന്ന് കയറേണ്ടി വരും. അത് രസമില്ല. അതെ, അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പോവുകയാണ്. എന്തായാലും നമ്മൾ എല്ലാവരും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മളങ്ങ് പോവുകയാണ്. ഇപ്പം നമ്മളുള്ളത് ബാക്ക് സ്റ്റേജിലാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഓൺ മ്യൂസിക് കൊടുത്തിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. 3 പാട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം സാരി എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം കോളേജിൽ സ്റ്റേജിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് 3 പാട്ടുണ്ടായിരുന്നത്. ഒന്ന് കൽക്കണ്ട മലയെ, ഒന്ന് പരുമല ചെരുവിൽ, പിന്നെ ബാഡി മുഷ്കിൽ. അതിൽ പരുമല ചെരുവിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ബാഡി മുഷ്കിലിൽ കൂളിംഗ് ഗ്ലാസ് ഊരണം, അങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ബാഡി മുഷ്കിൽ കൂളിംഗ് ഗ്ലാസ് ഊരാൻ വിട്ടുപോയി. എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് എന്തോ ഒന്ന് ഒരു ബാഡി മുഷ്കിൽ കളിച്ച സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് എത്ര ആയിട്ടും കത്തുന്നില്ല. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഞാൻ കൂളിംഗ് ഗ്ലാസ് ഊരാൻ മറന്നതാണെന്ന്. പിന്നെ ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഇവർ നാളെ കളിച്ചത്, ഇത് ഭയങ്കര അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടോ ഈ ഡാൻസിന്. നല്ലൊരു ഇതിൻ്റെ പ്രാക്ടീസ് സെഷനൊക്കെ കണ്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. പിന്നെ ഇത് കപ്പിൾ ഡാൻസ് ആയിരുന്നു. മറ്റു ഡാൻസിൻ്റെ പാട്ട് കാർ മുകിൽ ആ പാട്ടായിരുന്നു. ഇതിന് ഏത് പാട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഡാൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അശ്വതിനെയാണ്. അശ്വതി ഈ ഒരു ബോയ് വേഷത്തിൽ വന്നത്, അവൾ അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പ്രാക്ടീസൊന്നും കണ്ടിട്ടില്ലെന്ന് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അത് പ്രാക്ടീസും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഡാൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് പറഞ്ഞാൽ ഇവരുടെ ആയിരുന്നു. ഇവരുടെ ഇതല്ല, ഇത് ചെത്തിക്കുളങ്ങര. അത് ആദ്യത്തെ മിന്നാമിനിങ്ങായിരുന്നു. ഇത് ചെത്തിക്കുളങ്ങര അടിപൊളിയായിരുന്നു. നല്ല 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 ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവരുടെ ഇതൊക്കെ. പിന്നെ ലാസ്റ്റ് സാന്ദ്രയും അശ്വതിയും. സാന്ദ്ര കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേഞ്ച് ചെയ്യാനുള്ള ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും എന്തൊക്കെ കാര്യത്തിൽ ചേഞ്ച് ചെയ്തില്ല. ചേഞ്ച് ചെയ്യാത്ത നന്നായി, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞങ്ങളുടെ ക്ലാസ്സിലെ ഡാൻസേഴ്സാണ് അവർ. അങ്ങനെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്നത്, അവസാനമായിട്ടും. ഇത് ഒരു വട്ടം ക്ലാസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഇന്ന് രാവിലെ കോളേജിലേക്ക് എത്തിയതെങ്കിലും പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരും കിട്ടുകയും ചെയ്തില്ല, സമയവും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രാക്ടീസും ലാസ്റ്റ് പ്രാക്ടീസും സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് കാണണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാത്ത ഇതിൽ കളിച്ചു. പിന്നെ ഡാൻസിനൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടി. കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു നിങ്ങൾ ക്ലാസ്സിൽ ഡാൻസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ. പിന്നെ നമ്മളെ സാറ് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വിചാരിച്ചിരുന്നു ഇനി മേലിൽ ഇത് ആദ്യത്തേതും അവസാനത്തേതുമാണ്, ഇനി മേലിൽ സ്റ്റേജിൽ കയറില്ല, കാരണം പ്രാക്ടീസ് സെഷനൊക്കെ ഭയങ്കര ഇതായതുകൊണ്ട്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടപ്പോൾ ഇനിയും കയറാനായിട്ട് വരാം. പിന്നെ എല്ലാവരും മൂഡിനനുസരിച്ചാണല്ലോ. അമ്മയുടെ ചെരുപ്പ് ഇട്ട് വന്ന് ആ ചെരുപ്പും പൊട്ടിച്ച് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ചൊട്ടിക്കുക. ചേഞ്ച് ചെയ്തു. കഴിഞ്ഞ പരിപാടിയൊക്കെ എല്ലാവരും ഡാൻസ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ ഡാൻസ് ഉള്ളതുകൊണ്ട് എല്ലാത്തിനും കാണാൻ പറ്റിയില്ല. സൈറ്റ് വന്നിട്ടില്ല, ചെയ്യണമെന്ന് പറഞ്ഞു. അതോ അല്ല ഈ മാസം കറക്റ്റ് ടൈം നടന്നു.
ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ വയലിനും DJ ആണ് പോസ്റ്ററിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സർപ്രൈസ് ആയിട്ട് വയലിൻ്റെ ആൾ പറഞ്ഞത് ഗസ്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടിപ്പോയി. വന്ന് കയറിയിട്ട് നിങ്ങളുടെ സൗണ്ട് കാരണം കുറച്ചേരത്തേക്ക് ചെവി എല്ലാവർക്കും സാഹസ ടീമിന്റെ വക ഒരു അനുഗ്രഹം. താങ്ക് യു മണപ്പള്ളി കോളേജ്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആയി അറിയാം. കുറച്ച് ദിവസമായിട്ട് ഒരു ഓട്ടത്തിലും പരിപാടിയിലൊക്കെയാണ്. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് കോളേജിൽ പോയതിനു ശേഷം കുറച്ച് ഭക്ഷണം കഴിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നിങ്ങളുടെ അടുത്ത് നമ്മൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ടായിരുന്നെങ്കിൽ എങ്ങനെ പിടിച്ച് നിന്നേനെ. അതൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ആരെ കൊണ്ട് സംസാരിപ്പിക്കണം? ആരാ? സാഹസ സിനിമയിൽ റൊമാൻസ് ഒറ്റയ്ക്കല്ല ഏകയുടെ കൂടെ കൈകാര്യം ചെയ്ത പെൺകുട്ടികളുടെ ഒരു റൊമാൻസ് കഞ്ചുകം എന്ന് പറയുന്ന വേദിയിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്ന ഡാൻസർ, ആക്ടർ, ഇൻഫ്ലുവൻസർ. ലെറ്റ്സ് വെൽക്കം റംസാൻ. ഹലോ, സുഖല്ലേ? എനിക്കിപ്പോ വന്ന് അദ്ദേഹത്തെ പോലെ ഒന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. നിങ്ങള് പയ്യന്മാരൊന്നുമില്ലേ? ഇവിടെ വന്നപ്പോ ഒരു 10 വർഷം ഞാൻ പുറകോട്ട് പോയി. കാരണം വെളുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഉണ്ടാവും. അവർക്ക് വേണ്ടി കണ്ണു ചുമക്കാൻ കയ്യും കാലം എന്റെ കൂടെ ചലിച്ചു. ഭയങ്കര സന്തോഷം. സുന്ദരിയായ ഗേൾസ് ഇവിടെ ഉണ്ട്. എനിക്ക് സാധാരണ അറ്റൻഷൻ കിട്ടുന്ന ബോയ്സ് ഇന്ന് കുറവാണല്ലോ. ഗേൾസ് ആണ് കൂടുതൽ അറ്റൻഷൻ തരുന്നത്. വയലിൻ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് സാഹസത്തിൻ്റെ ക്രൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു മൈൻഡായിരുന്നു. പിന്നെ ഇവരൊക്കെ സ്റ്റേജിൽ കയറി വന്നപ്പോൾ അല്ല പഠിച്ചോനെ ഇത് ഞങ്ങൾ കോളേജിൻ്റെ അല്ലേ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി. കാരണം ഇവിടെ ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം പ്രതീക്ഷിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, അതാണ്. എന്നിട്ട് പിന്നെ പോയ ഞങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് അഫക്ക് സനക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഓരും ഇത് മടപ്പള്ളി കോളേജാണോ എന്നൊക്കെ. എന്തായാലും പ്രതീക്ഷിക്കാതെ വന്ന ഗസ്റ്റ്, പ്രതീക്ഷിക്കാതെ വന്നത് അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് സാഹസം ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. 8-ാം തീയതി സിനിമ ഇഷ്ടപ്പെടുമ്പോൾ ഈ മനസ്സ് തിരിച്ചെണ്ണാൽ മതി. അതായത് കുറച്ചു മുമ്പ് ഹരി പറഞ്ഞ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ബിബിൻ അശോക് വടകരക്കാരനാണെന്നല്ലേ. ഞങ്ങളുടെ ഡയറക്ടറും അതായത് ഡയറക്ടർ ബിബിൻ കൃഷ്ണയും വടകരയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ റിനീഷും വടകരയാണ്. ഇത് വടകരയുടെ സിനിമ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ കേട്ടോ. അപ്പൊ ഉറപ്പായിട്ട് പോയി കാണണം. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഏത് വന്ന
രതിപുഷ്പം. എടാ രതിപുഷ്പം ഞാനിങ്ങനെ കളിച്ച് നടുവ് കുടിക്കണം. പുതിയ രീതിയിൽ പിടിച്ചാലോ? ഏതാ മോണിക്ക? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും ആദരാഞ്ജലി നേരട്ടെ. അല്ലേ ആദരാഞ്ജലി ആവട്ടെ അല്ലേ? ഹലോ നമുക്ക് മോണി കളിക്കാം. കാരണം രതിപുഷ്പം കളിച്ച് മടുത്തു. നിങ്ങൾക്ക് ഒന്നിനും പുതിയത് തരണ്ടേ? മോണിക്കണം. അങ്ങനെ കാത്തിരുന്ന ഫ്രഷേഴ്സ് വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് അവസാനിച്ചു. പിന്നെ ഇത് ഓണത്തിന് മുമ്പ് കഴിഞ്ഞതാണ്. ഓണം വ്ലോഗ് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.